ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പലരും ചോദിച്ചു കണ്ടു. ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സും എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ മൂലമാണ്. ജനറ്റിക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ജനറ്റിക് ഫാക്ടേഴ്സ് വെളിവാകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫാമിലി ഹിസ്റ്ററിയിലൂടെയാണ്. നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാൻസർ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജനറ്റിക് സ്ട്രക്ചറിൽ 2 ടൈപ്പ് ഓഫ് ക്യാൻസർ റിലേറ്റഡ് ജീൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓങ്കോ ജീൻസ്, രണ്ടെന്ന് പറയുന്നത് ട്യൂമർ സപ്രസർ അല്ലെങ്കിൽ ക്യാൻസർ സപ്രസർ ജീൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനം ഓപ്പോസിറ്റാണ്. അതായത് ഓങ്കോ ജീൻസ് എന്ന് പറയുന്നത് ക്യാൻസറിനെ ഉണ്ടാക്കുന്ന ജീൻസാണ്. അതിലൊരു മ്യൂട്ടേഷൻ വന്ന് അത് ആക്ടിവേറ്റഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തരത്തിലുള്ള ക്യാൻസേഴ്സ് അത് ഉണ്ടാക്കുന്നു. ട്യൂമർ സപ്രസർ ജീൻസ് എന്ന് പറയുന്നത് ഈ ക്യാൻസറിനെ തടയാൻ ശേഷിയുള്ള ജീൻസാണ്.